പുറങ്കാലുകൊണ്ട് തന്നാ നീ ചളിങ്ങി പോകട്ടാ. അങ്ങനെ അവിടെ കേട്ടോ വിശ്വനാഥ, അനന്തന്റെ വീറും വാശിയും നേരിട്ട് കണ്ടാലേ നിനക്കും മനസ്സിലാവും. അല്ല എന്ന് വെച്ച് ഞാൻ പേടിച്ചോ? ഇല്ല. എന്റെ നേർക്ക് പാഞ്ഞു വന്ന അവനെ ലലാട്ട് വർണ്ണം നോക്കി ചൂണ്ടി അവിടെ ഞാൻ ശിവൻ പേടിച്ചൂറിയാണെങ്കിലും എങ്ങനെ അവൻ തളച്ചു കേട്ടോ. കളിയാക്കണ്ടാനേ, ഇത് പുഴല്ല, സത്യം. ഇതങ്ങനെ ഇത് അപ്പലാണ് സത്യം. ഓ അറിയാം, ഞാൻ കണ്ടതല്ലേ മർമാണി പാപ്പാൻ അമ്പലപ്പറമ്പിൽ നിന്ന് കോണവും പറത്തിക്കൊണ്ട് ഓടിയത്. കോണവും പറത്തിച്ചുകൊണ്ട് ഓടിയത് നിന്റെ ആശെ പരുന്തുഭാവത്തിന, ഞാൻ ഓർത്തില്ല. ഇനിയെന്താ കൂടെയുള്ളവർ ഓടിയപ്പോ കോണം പറത്തിക്കാതെ ഞാനും ചെറുതായിട്ടൊന്നും ഓടി. അത് ഓടിയത് കൊണ്ടാ താനിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ആനയ്ക്കും പാപ്പാനും കഞ്ഞി വെച്ചും ആനയെ കുളിപ്പിച്ചും പനമ്പട്ട വെട്ടിയും താൻ ഇങ്ങനെ എത്ര നാൾ കഴിയും? ഇനിയെങ്കിലും ഈ വെട്ടിപ്പും തട്ടിപ്പൊക്കെ നിർത്തി ആനച്ചട്ടം പഠിച്ച് പാപ്പാനാകാൻ നോക്ക്. ഈ ആനച്ചട്ടവും ശാസ്ത്രവും പഠിപ്പിക്കാൻ നീ ആരാ? പ്രായിക്കൽ പാപ്പാൻ ചാലിയാണ്. ഈ വെട്ടിപ്പും തട്ടിപ്പ് ഞാൻ എമ്പണ്ടേ നിർത്തി. എന്നിട്ടാണോ താനും ആ പരുന്തും കൂടി അനന്തനെ ആരും അറിയാതെ അമ്പലത്തിൽ കൊണ്ടുപോയി എഴുന്നള്ളിച്ചത്? കൊണ്ടുപോണതിന് മുമ്പ് തനിക്കെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞൂടായിരുന്നോ? കൊച്ചുപാപ്പന്റെ പണി നോക്ക്. ഒന്നാം പാപ്പൻ പറഞ്ഞ മൂന്നാം പാപ്പൻ അനുസരിക്കണം. അതായി ആനപ്പന്തിന്റെ നിയമം. നടവയ്ക്കാനെ ഈ കള്ളക്കൊത്തും കള്ളക്കാശും കൂടുമ്പോ നെറിയുള്ള ആനയും ഇടയും. അപ്പോഴാ ആനച്ചോറ് കൊലച്ചോറാവുന്നത്. കേട്ടോ? എന്ത് സാധനം? അയ്യോ ആന! ഓയോ ആനപ്പുണ്ടി! എവിടെ നോക്കിയാടോ? ആരാണ് ഈ പണ്ടാരക്കാലം ശാസ്ത്രത്തിൽ കാവലെടുത്തേ? अरे ओ वीरप्पन जी, इधर आओ बेटा. ഹാത്തി വീരപ്പന്റെ സ്വന്തം അളിയന്റേതാ. അയ്യോ, അളിയൻ പ്രമാണിയതായിരുന്നോ? എങ്കിൽ 2, 3, 4 ഹാത്തികളെ ഷാപ്പിന് മുമ്പിൽ നിർത്തട്ടെ. സാത്തി മേരാ ഹാത്തി. नहीं नहीं, हाथी मेरा साथी. अच्छा 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 अच्छा. ഒരു ബോട്ടിൽ ഇങ്ങോട്ട് പോയി നേരത്തെ. ഇന്ന് എന്റെ കാട്ടയുടെ പിറന്നാളാ, ഒന്ന് ആഘോഷിക്കണം. അത് ശരി, വാവച്ചനാശാന്റെ പെങ്ങളെ പിറന്നാളാണെന്നല്ലേ? ആ, ഇന്നത്തെ എല്ലാ ചെലവുകളും വാവച്ചനാശാന്റെ വക. ഞാനതങ്ങ് മറന്നുപോയി. എടാ, എന്റെ പുന്നാര പെങ്ങടെ പിറന്നാളിന്റെ കാര്യോ പറഞ്ഞേ. എന്നാലേ ഒരു സ്പെഷ്യൽ സമ്മാനം വാങ്ങി എനിക്കിത് നേരത്തെ വീട്ടിലെത്താം. ഞാനും വരുന്നളയാ. അല്ലെങ്കിൽ പിന്നെ അവക്ക് അത് മതി വണങ്ങാൻ. പുന്നരാ, നീ ആനയൊന്നും തുളച്ചേരെ. ധന്യവാദ്. കാക്കയെന്ന് മലന്ന് പറക്കുമല്ലോ. എന്തു പറ്റി എന്റെ പുന്നാര ആങ്ങളയ്ക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നാൻ? ഓടി. ഒരേ ഒരു പെങ്ങളെ പിറന്നാളല്ലേ, എന്നെക്കാൾ ഇക്കാര്യം എന്റെ അളിയനാണ് നല്ല ഓർമ്മ. അല്ലേ? അതെനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ ഞാൻ. എന്റെ പുന്നാര പെങ്ങക്ക് പുന്നാര ആങ്ങളയുടെ പിറന്നാൾ സമ്മാനം. ഒരു കണക്കിന് റേഞ്ച് ഓഫീസർ പറഞ്ഞ ശരിയാ. നമ്മൾ കുഴിയിൽ ആനയെ അങ്ങോട്ട് കയറ്റിയിട്ട് അങ്ങോട്ട് വിട്ടിരുന്നെങ്കിൽ അത് കാട്ടാനകളുടെ കൂട്ടത്തിലേക്ക് സുചാളിയായിട്ട് അങ്ങോട്ട് പോയി. DFOയുടെ സ്വഭാവം അറിയാലോ. ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചതാ. അതുകൊണ്ടാണല്ലോ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും പ്രായിക്കരയെന്ന് അച്യുതനെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. എന്തിനാ തോമസ് സാറേ ഈ അച്യുതനും കിച്ചതിനും ഒക്കെ? ഈ ജോലി എന്നെ ഏൽപ്പിക്ക്. സാറും കൂടെ നോക്ക്. സാറേ, ഞാനേ ഇങ്ങനെ ഇരിക്കും. സാർ നോക്കണ്ട. എന്താ ഇത്? തെറ്റുകൊമ്പിന് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കൂട്ടിലേക്ക് ഇടും. അത് പിന്നെ ഞങ്ങൾക്കറിയില്ലേ. അവസാനം തന്നെ ആനയും കൂടെ ഞങ്ങൾ ഒരുമിച്ച് ചുമക്കേണ്ടി വരും. അല്ലേതോടാ? കേട്ടിടത്തോളം പ്രായക്കര പാപ്പാൻ ഒരു മിടുക്കന, ചട്ടവും മർമ്മവും ശരിക്കും അറിയാവുന്ന ആൾ. ഇതുപോലല്ല. ഓ, നാട്ടുകാരറിഞ്ഞില്ലായിരുന്നെങ്കിൽ കൊമ്പും പാലും മുറിച്ചെടുത്ത് ഈ കുഴിയിൽ തന്നെ വെട്ടി മൂടാമായിരുന്നു. നിന്നെ കൊണ്ടാണെങ്കിൽ കേറ്റാനും പറ്റുന്നില്ല.
കൊച്ചിയിൽ 6 പേരെ കുത്തിമലർത്തിയ കൊച്ചുകേശവനെ തറച്ച അച്യുതനെയാണ് കൊണ്ടുവരാൻ പോണത്. അയാൾ വന്നാൽ ആശാന്റെ കാര്യം പോക്കാം. അല്ലേ ആശാൻ? അല്ലേ അച്ചാപ്പൂ? ഒരു പോക്കുമില്ലടാ. അവൻ വന്ന് കുഴിയിടിച്ച് കാട്ടാനെ കയറ്റി കാട്ടിൽ വിടും. അല്ലാതെ കൂട്ടിലെത്തിക്കാനൊന്നും അവന് പറ്റില്ല. നീ കണ്ടോ? അതെന്തായാലും പാവത്തിനെ കൂടാതെ ഒരു പ്രമാണം ഇവിടെ വേണ്ട. അച്യുതന്റെ അന്ത്യം നമ്മുടെ കൈകൊണ്ട് തന്നെയായിരിക്കും. ആണ്ടിലൊരിക്കലെ സ്വർണ്ണക്കൊമ്പനെ പുറത്തേക്ക് എഴുന്നള്ളിക്കൂ തമ്പുരാൻ കുന്നിലെ കെട്ടുകാഴ്ചയ്ക്ക്. ഓ, അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. കൊമ്പും കോലും വായ്ത്താരിയും ഇത്തവണത്തെ മേളപ്പുകള് കൂടാൻ അച്യുതൻ പാപ്പാൻ ഇവിടെ തന്നെ കാണും. ഇതിനോടകം എത്ര ആനയെ പിടിച്ച് മരിക്കി? എനിക്കും ഒരു ആനയെ പിടിച്ച് മരിക്കണം. എന്നിട്ട് വേണം അച്യുതൻ പാപ്പാനെ പോലെ കേമനായൊരു പാപ്പാനാകാൻ. ചട്ടം കുറച്ച് ആനപ്പുറത്ത് കേറാൻ പഠിക്കാം ആദ്യം, എന്നിട്ട് പോകാം ആനയെ പിടിക്കാൻ. പ്രായക്കരയിൽ തനിക്ക് ആരൊക്കെ ഉണ്ട്? ആരുമില്ല, ഒറ്റത്തടിയാ. അതാ സുഖം, സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ. ആ, ഒറ്റയാൻ. അതാ താൻ എവിടെയും സ്ഥിരമായിട്ട് തങ്ങാത്തത്. അത് പോരച്ചുതാ, ഒരു കുടുംബം അത് വേണം. വേണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല മൂപ്പ. തോന്നാഞ്ഞത് അച്യുതൻ പാപ്പാന്റെ ഭാഗ്യം. കഷ്ടകാലത്തിന് എനിക്കൊരു പെണ്ണിനോട് പൂതിയുണ്ട്. അവളെ എന്റെ പിടിച്ചാക്കി. ഭാര്യ ഭാര്യ അന്ന് തുടങ്ങിയതാ എന്റെ ഈ അധോഗതി. നീ എവിടെ പോയിരുന്നു? നേരം കുറെ ആയല്ലോ. അത് ഞാൻ ചാണയ്ക്ക് വെക്കാൻ പോയതാ, കത്തി. ആഹാ, കേട്ടോ അച്യുതാ, ഞാനൊരു കാര്യം എന്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അത് നടന്നാൽ അന്ന് ഞാൻ എന്റെ മൂപ്പന് സ്ഥാനം ഒഴിയും. ചാരായം വേണ്ട ശിവ, ഞാൻ കുടിക്കത്തില്ല. എന്താ അത്? എന്താണ്? കഷായം, കഷായം? ഹോമിയോ കഷായം. ഇവിടെ കൊണ്ടുവാ. ഞാൻ കൊണ്ടുവരാൻ. തുറക്ക്. അടിച്ചേ തുറക്കാവുന്ന, അതുകൊണ്ട്. ചാരായം. ചാരായം കുടിക്കാത്ത പാപ്പാന്മാർ. പാപ്പാന്മാർ ചാരായം കുടിക്കണം ഏത് ചട്ടത്തിലാ പറഞ്ഞിരിക്കുന്നത്? ആനക്കാരൻ കുടിക്കരുതെന്നാ ചട്ടം, മനസ്സിലായോ? അടപ്പ്. ഇവൻ എന്താ ഒരു പേരെടുക്കാൻ മൂപ്പ? ഞാൻ പറയാം, കൊമ്പനാന. ഞാനൊക്കെ ചുരുക്ക ആന. അതന്നെ അവിടെ കിടന്നോ. ഞാൻ പറയും പോലെ അനുസരിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം ഇതെന്താണ് ഞാനത് കിടക്കാൻ പറഞ്ഞു. എണീക്കാൻ പറഞ്ഞു കിടക്കുക. പുറംകാലം കൊണ്ട് ഒരു അടി എന്ന ചടങ്ങി പോവും. 6 മൈൽ അപ്പുറത്ത് മാറി നിന്നല്ല ആനയോട് കാര്യങ്ങൾ പറയേണ്ടത്. അല്പം കൂടി ധൈര്യം കാണിക്കേട്ട. എന്നും ഇങ്ങനെ ആനപ്പിണ്ടോ മാറി കഴിഞ്ഞാ മതിയോ? എടാ ശിവ, കളിയാക്കല്ലേ. ഈ പേടി എന്ന വാക്കിന്റെ അർത്ഥം പോലും എനിക്കറിയില്ല. പിന്നെ എന്താ സൂക്ഷിച്ചാ നമ്മൾ സൂക്ഷിക്കണ്ടല്ലോ എന്ന് കരുതിയ. ഇന്ന് ഞാൻ ചേട്ടന്റെ പേടി മാറ്റിത്തരാം. വാ, കേറാം. ശിവ, ഞാൻ പറഞ്ഞു കേൾക്ക്. സൈക്കിളിന്റെ പുറത്താണെങ്കിൽ എങ്ങനെയും കയറാം.
ഇതാനയാ. ചിലപ്പോ ആന എന്നെ കണ്ടു പഠിച്ച ഒന്നും പേരക്കില്ല. കേറാനാ പറഞ്ഞത്. കാല് കാല് വെച്ച് കേറ്. അങ്ങോട്ട് കേറ്. ആ, ഞാനിവിടെ ഉണ്ട്. ആ, കേറിക്കോ. കേറിക്കോ. കേറാൻ. ആ, കേറ് ചേട്ടാ. ആ, 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 ആ. ആ. പൊന്നു പോലെ ശിവ, ആന എന്നെ കണ്ടിട്ട് പേടിച്ച് പറയ്ക്കുന്നു. മോനെ, എന്തൊരു സുഖം മോനെ. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കില് 2 ദിവസം മുമ്പ് കയറിയിരിക്കായിരുന്നു അല്ലേ? ഹൈ, ഹൈ, ഹൈ. അധികം ചിരിക്കില്ല കേട്ടോ. മൂപ്പന്റെ മഴ പവറൊന്നും എന്റെ അടുത്ത് വേണ്ട. അതെ, വരട്ടൊക്കെ അങ്ങോട്ട് വേണ്ട, ഇവിടെ മതി. ഓ, ഓർത്തില്ല. നമ്മൾ അടുത്ത മൂപ്പനാൻ വേണ്ടി കച്ച കെട്ടിയിരിക്കാണ്ടോ. ദോഷം പറയുന്നുണ്ട്. ജോലി കൊള്ളാം. നല്ല മൂപ്പന്, നല്ല മൂപ്പി. ഹായ് ഹായ്, നല്ലതുപോലെ മൂക്കുന്നുണ്ടല്ലോ മൂപ്പ. ഐ, ഇയ്യടാ. അത് വേണോ അല്ല? ഇത്തിരി കടന്ന കയ്യല്ലേ? വേണോളിയാ, ഇതല്ലാതെ വേറൊരു വഴി ഞാൻ കാണുന്നില്ല. ആച്ചാനെ വരുന്നുണ്ട്, തുടങ്ങിക്കോ. അനാവശ്യം പറയുന്നു. ഇവനെ അല്ലാതെ വേറൊരാളുടെ മുഖത്ത് പോലും നോക്കാത്തതാണ് ജാഥ. അതെല്ലാം അച്യുതൻ വരുന്നതിന് മുമ്പുള്ള കാര്യമല്ലേ. എന്നാലും എനിക്ക് തീരെ വിശ്വസിക്കാൻ പറ്റില്ല. എനിക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റില്ല വെട്ടുകളി. അച്യുതൻ രാധയെ കെട്ടാൻ പോണമെന്നോ മൂപ്പസ്ഥാനം ഏറ്റെടുക്കാൻ പോണെന്നൊക്കെ ഞാൻ വളരെ വൈകിയല്ല അറിഞ്ഞത്. ഇപ്പൊ പന്തിയിലും കവലയിലും അങ്ങാടിയിലും ഒക്കെ പാട്ടല്ലേ. മൂപ്പനാക്കാമെന്ന് ശിവന് വാക്ക് കൊടുത്തിരുന്നല്ലേ. എന്ന് പറഞ്ഞ കൊമ്പത്തെ പാപ്പാൻ അച്യുതനുള്ളപ്പോ കൊച്ചുപാപ്പാനായ ശിവൻ എവിടാ സ്ഥാനം? എന്റെ സ്വന്തം അനുജനാണ് ശിവൻ. അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ശത്രുത കൊണ്ടാണെന്ന് അവൻ. പാവം ശിവൻ, പഞ്ചപാവം. ശിവ, ഈ പറയണൊക്കെ സത്യാണോ? ബുദ്ധിയുള്ളവര് പണ്ട് അതാ പറഞ്ഞത്. കനകം മൂലം കാമിനി മൂലം കലഹം. വാവച്ചൻ അന്നേ പറഞ്ഞതാ അച്യുതൻ ചതിക്കുമെന്ന്. ഓ, എന്തൊരു ചതിയായി പോയി. എല്ലാവരും കൂടി അവനെ എടുത്ത് തലേ വെച്ചു. ഞാൻ പറഞ്ഞപ്പോ അത് അസൂയായി. ഇപ്പൊ മനസ്സിലായല്ലോ എല്ലാവർക്കും. ഒരു പ്രായിക്കര ഊപ്പാൻ. അത് ശരിയാ, ശിവന് ആയുസ് ഒടുങ്ങിയിട്ടില്ല, അതുകൊണ്ട് ചത്തില്ല. ആയുസിന്റെ ബലം കൊണ്ടൊന്നല്ല. അച്യുതാശൻ വന്നില്ലായിരുന്നെങ്കിലേ ചത്തേന്. ആന ശിവനെ കൊമ്പയെ കോർത്ത് മാലയിട്ട് ശിവതാണ്ഡവാടിയത്. അത് ശരിയാ. എന്ത് ശരി? എന്ത് പറഞ്ഞാലും ഒരു അത് ശരി. കൊല്ലന്മാരും തുടങ്ങിയോ പാരപടിയാൻ? അത് ശരിയാ. ഞാൻ തപ്പിച്ചു. അയ്യോ, പോത്ത്. അത് ശരിയാ. എടാ, ഒരു പെരട്ട DFO വിചാരിച്ചാലൊന്നും ഈ വീരപ്പനെ ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല. തെക്കന്റെ സ്വന്തം ആളാണ് ഞാൻ. അറിയാമൂടാ പുന്നാര മോനെ. എടാ കാറിന്റെ ആരാടാ ഈ തെക്കൻ? ഈ തെക്കൻ നിന്റെ അപ്പൻ കൊച്ചാപ്പിയുടെ ചിറ്റപ്പന്റെ വല്യപ്പനോ? ഏഴപ്പാളി തെണ്ടി, നീ ഇപ്പൊ പാതി സസ്പെൻഷനായിരുന്നു. കഴിഞ്ഞത് മുഴുവൻ സസ്പെൻഷനാവും. നീ തെണ്ടി കുത്തുവാളി എടുക്കണ ചത്തണ്ടി. സ്വർണ്ണത്തുമ്പി കൊമ്പനാണ്. ഇത് സത്യം, സത്യം, സത്യം. ആരാണത് ഇവിടെ കൊണ്ടിട്ടത്? നിനക്കെന്താടാ എന്റെ വീട്ടിൽ പാതിരാത്രി കാര്യം? ഞാനില്ലാത്തപ്പോ എന്റെ ഭാര്യക്ക് കാവലിക്കാൻ എന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. താനിപ്പോ അങ്ങോട്ട് പോണ്ട, പോയി 1-2 കൂടെ വീശിയിട്ട് പിന്നെ വാ. ഞാൻ 1, 2, 3 വീശനോ പൂശനൊന്നും ഞാൻ തീരുമാനിക്കും. കൈമാറ്റി കാത്തേ മോളെ, കാത്തേ കാത്തേ. എടാ പറ്റി, എന്നോട് വേണ്ടിയിരുന്നു ഈ കൊലച്ചതി.
നിന്നെ കൊല്ലും ഞാൻ. അയ്യോ അയ്യോ അയ്യോ. എന്നാലും നീ ഇതെന്നോട് ചെയ്തല്ലോ കാത്ത. ഞാൻ നിനക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിന്നെ പൊന്നുപോലെ ഞാൻ നോക്കിയില്ലേ? എന്നോട് നീ കാത്ത ചതിച്ചു ചതിച്ചു മൂപ്പ. എന്നോട് ക്ഷമിക്കണം. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും തെക്കന്റെ എല്ലാ കൊള്ളലായ്മക്കും കൂട്ടുനിന്നവനാണ് ഞാൻ. അതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി മൂപ്പ. നീ കാര്യം പറ. ചന്ദ്രനെ 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 എനിക്കെതിരെയുള്ള ഒരു തെളിവുകളും ബാക്കി കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. അതാരായാലും എന്തായാലും. അതിനാണ് നിന്നെ ഞാൻ ജാമ്യത്തിലിറക്കിയത്.